ഹലോ ഗൈസ്, നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടൊരു വിവരം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ് പാമ്പ് കടിയേറ്റ ആളുകൾ മരിക്കുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളത്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സന്ധ്യസമയത്ത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ബെഡ്ഷീറ്റുകൾ വൃത്തിയായിട്ട് കുടഞ്ഞു വിരിക്കുക. അതുപോലെ തന്നെ വീട്ടിലോട്ട് ചേർന്ന് നിൽക്കുന്ന ചെടികളോ പടർന്ന് പിടിക്കുന്ന ചെടികളോ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക. കാരണം പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർ കളിക്കുന്ന രീതിയിൽ പാമ്പ് എന്തായാലും വന്ന് അവർക്ക് അറിയത്തില്ല. അത് കടിച്ചിട്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പുറത്തിട്ടേക്കുന്ന ഷൂ, ചെരുപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടിക്കുഞ്ഞുങ്ങളെ ചെരുപ്പായാലും അത് തട്ടിക്കുടഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കുക. കാരണം ഇതിനകത്തൊക്കെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും പാമ്പ് കയറിയിരിക്കുന്നത്. പുറത്ത് ചൂട് കൂടുതലായതുകൊണ്ട് വീടിൻ്റെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, കച്ചറയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പാമ്പ് പ്രധാനമായിട്ടും വന്ന് ഇരിക്കുന്നത്. നമുക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കീറി മുറിച്ച് അതിൻ്റെ ചോര കളയാനോ അല്ലെങ്കിൽ കടിച്ച് ആ ചോര തുപ്പിക്കളയാനോ അതൊന്നും നമ്മൾ ശ്രമിക്കരുത്. ആ പാമ്പ് കടിയേറ്റ ആളിനെ ആ പാമ്പ് കടിയേറ്റ ഭാഗത്ത് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അദ്ദേഹത്തെ ഒരു കാരണവശാലും പേടിപ്പിക്കരുത്. ആ കടിയേറ്റ ഭാഗം അനക്കാതെ അദ്ദേഹത്തെ പെട്ടെന്ന് അടുത്തുള്ള ആൻറ്റിവെനം ഹോസ്പിറ്റലിൽ എത്തിക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, സന്ധ്യയ്ക്ക് മുമ്പ് വീടും പരിസരവും നമ്മുടെ കിടക്കുന്ന സ്ഥലങ്ങളായാലും പ്രത്യേകം നിരീക്ഷയിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ കൊണ്ട്, കാരണം കുഞ്ഞുങ്ങൾ നേരത്തെ ഉറങ്ങുമ്പോൾ നമ്മൾ കൊണ്ട് ബെഡ്ഷീറ്റിൽ കൊണ്ട് പെട്ടെന്ന് എൽപ്പുവഴി കൊണ്ടിടും. പിന്നീട് അതിനകത്ത് പാമ്പുണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്കറിയത്തില്ല. അപ്പം പ്രധാനമായിട്ട് ഇത് ശ്രദ്ധിക്കുക.